ആഹാ ഗൈസ്, എന്തൊരു ഫീലിംഗ് ആണെന്ന് പറയുക. ബൈക്ക് ഇങ്ങനെ ഓടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫീലിംഗ് തന്നെയാണ്. നമുക്ക് ലെഫ്റ്റിലേക്ക് എടുക്കാം. ഞാൻ സെൻറ്ററിലാണ് ഇപ്പം. വന്ദേ മാതരം. മോനെ നമ്മുടെ രാഷ്ട്രപതാക, ദേശീയക്കൊടി. ജയ് ഹിന്ദ്. ഗൈസ്, നമ്മുടെ ആക്ച്വലി ചെസ്റ്റ് ഹാർനസ് അല്ലെങ്കിൽ ചെസ്റ്റ് മൗണ്ട് എന്ന് പറഞ്ഞ സംഭവം ഇന്ന് എത്തി. ഇതിൻ്റെ പാക്കിങ് ഇങ്ങനെയാണ് വന്നത്. പ്ലാസ്റ്റിക് കവറിൽ അമേസോണിൻ്റെ ഇങ്ങനത്തെ പാക്കിങ് വന്നത്. എനിക്കൊന്ന് അവർ കുറച്ച് സേവ് ചെയ്യാനുള്ള പരിപാടിയിൽ നിന്ന് റെഡ്യൂസിങ് പാക്കേജ് സ്റ്റെപ്പ് ടുവേർഡ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പാക്കേജാണ് ഇപ്പോൾ വരുന്നത്. എനിവേസ്, അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്ന് ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 6:30 ആയി. ഓൾറെഡി രാത്രിയായി. അപ്പോൾ ഇത് ഇഞ്ഞു രാത്രി ചെക്ക് ചെയ്യുന്ന വെച്ചാൽ ഒരു ചെറിയൊരു റൈഡ് എടുത്തിട്ട് വരാം. ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് രാവിലെ മുതൽ. അപ്പോൾ സംഭവം ഇപ്പോഴാണ് ഇത് വന്നത്. അപ്പോൾ ഒന്ന് വണ്ടി എന്തായാലും പുറത്തുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് റൈഡ് എടുത്തിട്ട് വരാം. നോക്കാം രാത്രി മോട്ടോ വ്ളോഗ് നമ്മുടെ ഈ ഫോണിൻ്റെ ക്യാമറ വെച്ചിട്ട്, ഷോമി 14 അൾട്രയുടെ ക്യാമറ വെച്ചിട്ട് മോട്ടോ വ്ളോഗ് അങ്ങോട്ട് നോക്കാം. ഇന്ന് ചെയ്യുമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പാക്കേജിൽ ലേറ്റായിട്ട് വന്നു. അവർ 12 മണിക്ക് വരുന്ന പറഞ്ഞത് ഉച്ചയ്ക്ക്. പക്ഷെ വന്നത് ഈ സമയത്തിന്. അപ്പോൾ നമുക്കൊന്ന് ഇത് അൺപാക്ക് ചെയ്ത് നോക്കാം എന്താ ഇതിലുള്ളത്. കണ്ടപ്പോഴത്തെ പാക്കേജിങ് ഇത് ഇങ്ങനെയാണ് വരുന്നത് അമേസോണിൻ്റെ. താങ്ക് യു. എന്തൊക്കെയുണ്ട് റെഡ്യൂസിങ് പാക്കേജിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അത് പോട്ടെ, ഇത് നോക്കാം. ഇതിൽ പിന്നെ ഞാൻ കുറേ റിവ്യൂ നോക്കി കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രൊഡക്റ്റ് മേടിച്ചത്. ഞാൻ എന്താണ് സംഭവം, കുറേ നൂലൊക്കെ ഉണ്ടല്ലോ. ഇത് റബ്ബർ, ഇത് അതിൻ്റെ ഹാർനസിന് വേണ്ടിയിട്ടുള്ള സംഭവമാണിത്. അപ്പോൾ ബേസിക്കലി അതിൻ്റെ മാനുവലുണ്ട്. ചെസ്റ്റ് മൗണ്ട് ഇത് എങ്ങനെയാണ് സംഭവം മനസ്സിലായില്ലേ. നമുക്ക് ലാൻഡ്സ്കേപ്പും ചെയ്യാൻ പറ്റും, പിന്നെ പോർട്രേറ്റും ചെയ്യാൻ പറ്റും. കണ്ട, കാരണം എൻ്റെ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഈ സംഭവമാണ് ബേസിക്കലി നമ്മൾ ഇതിൽ വെക്കുന്നത്. ഓക്കെ, ഒരു സംഭവം കൂടി ഉണ്ട്. ബേസിക്കലി ഇതിൻ്റെ ഈ സംഭവമാണ്. ഇതിൽ എന്താ പറയുക, എവിടെ എൻ്റെ ക്ലാപ്പൊന്നുമില്ല. ഇതേ ഒരു ക്ലാപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ഫോട്ടോ നോക്കിയിട്ട് എനിക്ക് ഈ റബ്ബർ എന്തിനുള്ളതെന്ന് മനസ്സിലായിട്ടില്ല. എനിവേസ് അത് പിന്നെ നോക്കാം. മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്യാനാണ് ബേസിക്കലി. ഇതിങ്ങനെ ഇതിൽ ഫിറ്റായി, പിന്നെ ഇതിങ്ങനെ വരും, പിന്നെ ഇത് ടൈറ്റ് ചെയ്യണം. സംഭവം ഈസിയാണ്. ഇത് ഇത്രയും ഫിറ്റ് ചെയ്തു. ഇത് എന്തിനാണെന്നുള്ള മനസ്സിലായിട്ടില്ല. അതിൻ്റെ ഇത് ഡയഗ്രാമിലില്ല അതിൻ്റെ എന്താണ് ആ സംഭവം. പിന്നെ ഇതെന്തിനാണെന്നും അത് മനസ്സിലാക്കും. അപ്പോൾ ഈ രണ്ട് സംഭവം നമ്മൾ പിന്നെ കണ്ടുപിടിക്കാം. എനിവേസ്, അപ്പോൾ ഇതാണ് സംഭവം. ഇവിടെയാണ് നമ്മുടെ മൊബൈൽ ഇരിക്കാൻ പോകുന്നത്. ഇത് പോർട്രേറ്റ്, ഇത് ലാൻഡ്സ്കേപ്പ്. നമുക്ക് ലാൻഡ്സ്കേപ്പാണ് വേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ വരുന്ന വയ്ക്കാം. അപ്പോൾ ഞാൻ എൻ്റെ മറ്റേ ഫോണ് ഇതിൽ വെച്ചിട്ട് കാണിച്ചു തരാം. കാണാൻ കുറച്ച് ഫണ്ണിയാണ്, പക്ഷേ ഞാൻ അതിൻ്റെ വീഡിയോസും റിവ്യൂസൊക്കെ കണ്ടപ്പോൾ ഇത് സംഭവം നല്ലൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് ഉണ്ടത്. നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടാവും, പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണത്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം നമുക്ക് ബേസിക്കലി കിട്ടുന്നത്. ഇപ്പോൾ രാത്രി പോകാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ പുറത്ത് ഇത് ഇട്ടിട്ട്. പക്ഷെ എന്നാലും നമുക്ക് നാളെ രാവിലെ ഒന്ന് വണ്ടി എടുത്തിട്ടൊന്ന് ഓടിച്ചു നോക്കാം ഇതും വെച്ചിട്ട്. പക്ഷേ ഇതിങ്ങനെ വെച്ച് പോകുമ്പോൾ ആൾക്കാർ എത്ര നോക്കുന്നുള്ളൊരു പ്രശ്നം. പക്ഷേ അത് പ്രശ്നമില്ല, നമ്മൾക്കത് മോട്ടോ വ്ളോഗ് ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മൾക്കത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഷൂട്ട് ചെയ്തിട്ട് ചെയ്യാം നമുക്ക്. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഇത് മോട്ടോ വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല ഹാർനസും വെച്ചിട്ട്. എനിവേസ് ഇന്ന് നമ്മൾക്ക് പോവാം. അപ്പോൾ ഞാനൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്, അവിടെ വരെ നമുക്ക് പോവാം. ലോധി ഗാർഡൻ. ഞാൻ
പണ്ടേ മാൾവിനഗറിൽ താമസിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു നമുക്ക് പല ഹിസ്റ്റോറിക്കൽ പ്ലേസസൊക്കെ കാണണം. അപ്പോൾ ലോധി കാണലിരിക്കുന്നു നമുക്ക് പോകാം. അപ്പോൾ ഞാൻ അന്ന് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എനിക്കൊരു ഇതുണ്ട്, ഞാൻ പേപ്പർ വായിക്കും, പിന്നെ പേപ്പർ ചായ കുടിച്ച് പേപ്പറൊക്കെ വായിച്ച് നമുക്കത് കഴിഞ്ഞിട്ടൊന്ന് പോവാം. ഓക്കെ. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് എൻ്റെ ബൈക്കിൻ്റെ ക്ലച്ചിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഫ്രീ പ്ലേ ഒന്ന് ശരിയാക്കണം. കാരണം എനിക്കൊന്ന് പുതിയ വണ്ടിയായതുകൊണ്ട് അതിൻ്റെ ഫ്രീ പ്ലേ കുറച്ച് ശരിയല്ല. അപ്പോൾ അതൊന്ന് ശരിയാക്കിയിട്ട് പിന്നെ നമുക്ക് ഇന്ന് ലോധി കാണിക്ക് വിടാം. പിന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം നമ്മളുടെ ഈ ചെസ്റ്റ് മൗണ്ട് മോട്ടോ വ്ളോഗിന് എങ്ങനെയുണ്ടെന്ന്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഇന്ന് ന്യൂസ് ഒന്നുമില്ല, കൂടുതലും ലിസ്റ്റ് ഓഫ് കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റ്സിൻ്റെ ഫുള്ള് ലിസ്റ്റ്. ഇത് കണ്ട ന്യൂസ് വായിക്കാൻ നോക്കിയിട്ടൊന്ന് ഇത് കണ്ട എല്ലാ പേജിലും ലിസ്റ്റ് ഓഫ് കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റ്സ് ഇൻ ഡൽഹി. ഗൈസ്, ഇപ്പോൾ ഇതാണ് എൻ്റെ മോട്ടോ വ്ളോഗിൻ്റെ സെറ്റപ്പ്. ബേസിക്കലി ഞാൻ ചെസ്റ്റ് പാഡ്, ഒരു ബ്ലാക്ക് ടീഷർട്ട് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. കാരണം ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് നമ്മുടെ ഈ ഇതുണ്ടല്ലോ ഹാർനസ്, ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് ബ്ലാക്ക് ടീഷർട്ട് ഇട്ടു, പിന്നെ ഒരു ബ്ലാക്ക് ലെതർ ജാക്കറ്റ് ഇട്ടു, പിന്നെ അതിൻ്റെ മുകളിൽ ലെതർ ജാക്കറ്റ് ഇട്ടു. അപ്പോൾ ഇത് ഇങ്ങനെ കവർ ചെയ്ത് ഞാൻ കണ്ട ഇങ്ങനെ കവർ ചെയ്തു. അപ്പോൾ ഇത് ബേസിക്കലി അങ്ങനെ ആർക്കും കാണാനും പറ്റില്ല. അപ്പം മോട്ടോ വ്ളോഗിൽ എന്ന് പറയുന്നത് കുറച്ച് സേഫും ആയിരിക്കും യുനോ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മൾ ഇത് നമ്മുടെ മോട്ടോ വ്ളോഗ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ക്യാമറ എൻ്റെ ഉണ്ട്, ഇതാണ് എൻ്റെ മെയിൻ ക്യാമറ. പക്ഷേ ഇത് ഞാൻ വിചാരിച്ചു മോട്ടോ വ്ളോഗിന് ഉപയോഗിക്കാം, എങ്ങാനും വീണ് പോയാലും ഇതങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇത് ഞാൻ ഉപയോഗിക്കാത്തൊരു ഫോണാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് തൽക്കാലമായിട്ടൊന്നും ഉപയോഗിക്കാം. എങ്ങനെയുണ്ട് അതിനൊന്ന് ടെസ്റ്റ് ചെയ്യാം, വീഴാണ്ടിരുന്നാൽ മതി. ഓക്കെ. അപ്പോൾ നമുക്ക് പോകാമെന്ന് മോട്ടോ വ്ളോഗിന്. അപ്പോൾ ഇങ്ങനെയാണ് ജാക്കറ്റ് ഇല്ലാണ്ടുള്ളൊരു സെറ്റപ്പ്. അപ്പോൾ ഫുള്ള് ഇത് ടൈറ്റായിട്ട് ഇട്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ നമുക്ക് ഫീൽ ആവില്ല, അങ്ങനെ വെയിറ്റും അതോ ടൈറ്റ്നെസ്സോ ചില ബോഡിയിൽ ഇതാവണമെന്നൊന്നും നമുക്ക് ഫീൽ ആവണില്ല. പക്ഷെ നല്ലൊരു സെറ്റപ്പാണ് ബേസിക്കലി. കുറച്ചൊരു ആൾക്കാർ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ ഓഫ് കോഴ്സ് ഒരു ഇതാണ്. ചിലപ്പം ബൈക്കിലുള്ളപ്പോൾ മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ. ചിലപ്പോൾ മാത്രം കാരണം നോക്കട്ടെ, നടക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ബേസിക്കലി എൻ്റെ ഡിക്കിയിൽ എനിക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഈ സെറ്റപ്പൊക്കെ എനിക്ക് എൻ്റെ ഡിക്കിയിൽ എപ്പോഴും വയ്ക്കാം, എൻ്റെ വണ്ടിയുടെ ഡിക്കിയില്ലേ. അപ്പോൾ അത് വീട്ടിൽ ഇങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴല്ലേ അത് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ആ സെറ്റപ്പ് നമുക്ക് എപ്പോഴും വണ്ടിയിൽ വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് സെറ്റപ്പ്. ഇത് ബ്ലാക്കും ബ്ലാക്ക് ആയതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റില്ല. ഇത് കുറച്ച് പ്രൊട്രൂഡിങ്. ഇത് ബേസിക്കലി ഇത് കുറച്ചും കൂടി ഒന്ന് ഇങ്ങനെ ഉൾട്ടായിട്ട് വരേണ്ടതാണ്. പക്ഷേ ഞാൻ ഇങ്ങോട്ടേക്ക് ആക്കി വെച്ചു. കാരണം ഇങ്ങോട്ട് വരുമ്പോൾ അത് കുറച്ച് ഷെയ്ക്ക് ആവണ മാതിരി എനിക്ക് തോന്നി. അപ്പോൾ ഞാനത് തിരിച്ചിട്ട് വെച്ചു, ഇങ്ങോട്ടേക്ക് ആക്കി വെച്ചു. അപ്പോൾ അത് നമ്മുടെ ചെസ്റ്റിനൊപ്പം അങ്ങനെ ഷെയ്ക്ക് വരുന്നില്ല, ഇങ്ങനെ മനസ്സിലായില്ലേ. എന്തായാലും ചെറിയ ഷെയ്ക്ക് ഉണ്ടാവും. ബട്ട് ലെറ്റ് സി ഹൗ ഇറ്റ് ഈസ്. എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് കൊണ്ടുപോകണം, ഇങ്ങനെയൊക്കെ കൊണ്ടുപോകണം. ഓക്കെ. സോ നമുക്ക് പോകേണ്ടത് ഇപ്പോൾ ലോധി ഗാർഡൻ. അതിൻ്റെ ലൊക്കേഷൻ മാപ്പ് ഒന്ന് എടുക്കട്ടെ. വൈഫൈ ഓഫ്, ഡയറക്ഷൻസ് 15 മിനിറ്റിൽ നിന്ന് കാണിക്കുന്നത് 5.6 കിലോമീറ്റേഴ്സ് ഉണ്ട്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. അയ്യോ, മിറർ ക്ലീൻ ചെയ്തില്ല, ഇതുകൊണ്ട് ചെയ്യും, വേറൊരു വഴിയില്ല. മിറർ ക്ലീൻ അല്ലെങ്കിൽ നമ്മൾക്കത് പ്രശ്നമാവും. കാരണം 2 വീലർ ഓടിക്കുമ്പോൾ എപ്പോഴും നമുക്ക് മിററിൽ നോക്കിക്കൊണ്ടിരിക്കണം. കാരണം ഓരോരോ തെണ്ടികളുണ്ട്. അവന്മാർ റൂൾസ്, ഇവിടെ ഡൽഹിയിൽ സ്പെഷ്യലി റൂൾസ് എന്ന് പറയുന്ന സംഭവം നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അങ്ങനത്തെ ഒടുക്കത്ത് ഓടിക്കല്ലോ ഇവിടെ. അപ്പോൾ നമ്മൾ അവരുടെ മനസ്സിലെന്താണെന്നുള്ളത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണം. അതനുസരിച്ചിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ ഇവിടെ. മറ്റുള്ളവരെന്താ ചിന്തിക്കുന്നത്, എങ്ങോട്ട് ടേൺ ആണ്, ലെഫ്റ്റ് എടുക്കണോ റൈറ്റ് എടുക്കണോ അല്ലെങ്കിൽ നിർത്തണോ, അത് അവരുടെ മനസ്സനുസരിച്ചിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യണം. അങ്ങനെയാണ് ഡൽഹിയിൽ. അത് തന്നെ പറയേ, ഇന്ത്യ ഈസ് നോട്ട് ഫിറ്റ് ഫോർ ബിഗിനേഴ്സ് എന്ന് പറയില്ലേ, അത് ശരിയാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മുടെ ഗലിയിലെ പട്ടി. എനിക്കൊന്ന് ഇടയ്ക്കൊന്ന് ഇത് നിർത്തേണ്ടി വരും. കാരണം വീഡിയോ എങ്ങനെ ആംഗിൾ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നല്ല ഇതൊക്കെ ഉണ്ടാവും കേട്ടോ, വൈബ്രേഷനും പിന്നെ സ്റ്റെബിലൈസേഷനും ഉണ്ടാവില്ല. കാരണം ഗലിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതുകൊണ്ട് ഇവിടെ എല്ലാതും കുണ്ടും കുഴിയാണ്. നമ്മുടെ ക്ലീനറുണ്ട് ഇവിടെ. അപ്പോൾ ഈ കുണ്ടും കുഴിയായതുകൊണ്ട് ഒന്നാമത്തെ ഞാൻ ഇപ്പോൾ സോണി ഉപയോഗിക്കുന്നത്. എനിക്ക് മറ്റേ ഷോമി 14 അൾട്ര അതെൻ്റെ മെയിൻ ക്യാമറയാണ്. അതിൽ എനിക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സോണി തന്നെ ഉപയോഗിച്ചു. അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞാൽ സ്റ്റെബിലൈസേഷൻ അത്രയും നല്ലതല്ല. സോ നമുക്കിന്ന് റൈറ്റ് ഇടും. മെയിൻ റോഡിലേക്ക് പോണ വഴിയപ്പോൾ ഞാൻ
ഇതിൻ്റെ ക്ലച്ച് ഇപ്പോഴും ശരിയായിട്ടില്ല. അത് അവന്മാർ പറഞ്ഞ് ഫസ്റ്റ് സർവീസ് കഴിയുമ്പോഴത്തേനും ശരിയാവുമെന്നാണ് പറഞ്ഞത്. ലെറ്റ്സ് ഹോപ്പ് സോ. കാരണം ഇപ്പോൾ പുതിയ വണ്ടി ആയതുകൊണ്ട് ഭയങ്കര ഹാർഡല്ല. എൻ്റെ അമ്മേ, ഇവിടുന്ന് നമുക്ക് റൈറ്റ് പോകണം. കുറേ സ്കൂൾസൊക്കെ കൂട്ടിയിരിക്കുക. കണ്ട ഇത് കണ്ടോ, നല്ല രസമായിട്ട് ഇവിടെ ഡൽഹിയിൽ ഓടിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ പ്രഡിക്ഷനൊക്കെ അനുസരിച്ചിട്ട് ഓടിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. എൻ്റെ ലൈസൻസ് ഇനി അനദർ ഒരു 20 ഡേയ്സിനുള്ളിൽ കിട്ടണം എനിക്ക്. ഇപ്പോൾ ലേണേഴ്സ് ലൈസൻസ് തന്നെയാണ് അടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഐ ക്യാൻ ഡ്രൈവ് എന്നാണ് പറഞ്ഞത് 2 വീലറിൽ, നോ പ്രോബ്ലം. പിന്നെ ഞാൻ എൻ്റെ ഇൻ്റർനാഷണൽ ലൈസൻസും വെച്ചിട്ടുണ്ട്, എൻ്റെ ഉണ്ടായിരുന്നു പറഞ്ഞം, അതും വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ദുബായിലെ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ട്. അപ്പോൾ എങ്ങാനും പിടിച്ചു കഴിഞ്ഞാലും പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, എൻ്റെ ഫ്രണ്ട് രാജീവ് എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു അഡ്വക്കേറ്റ് അവനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നമായാലും നമ്മൾ നല്ലോണം ഓടിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ബാക്കി നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിനി ഒന്ന് എൻ്റെ റെക്കോർഡിംഗ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് എൻ്റെ റെക്കോർഡിംഗ് ടെസ്റ്റ് ചെയ്യട്ടെ. ഈ വ്യൂ എങ്ങനെ വരണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സോ ഐ ഹാവ് ടു ടെസ്റ്റ് ദാറ്റ് ഫസ്റ്റ്. പാർക്ക് ചെയ്തിട്ട് വണ്ടി. ഓക്കെ, അപ്പോൾ നേരത്തെ നോക്കിയെന്ന് പറഞ്ഞാൽ 24 mm ഇത് കുറച്ചും കൂടി ഒരു വൈഡ് ആംഗിൾ ലെൻസിൽ നമുക്കൊന്ന് വെച്ച് നോക്കാമായിരുന്നു. അപ്പോൾ ഞാനിത് വൈഡ് ആംഗിൾ ലെൻസിലാണ്. അപ്പോൾ അതിൻ്റെ ഫോക്കസ് എനിക്കൊന്ന് എൻ്റെ ഇതും എടുത്തിരുന്നത്, അപ്പോൾ അതുകൊണ്ട് ശരിക്കും വരണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്കെന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങനെ കാണാൻ പറ്റില്ല, അതാണ്. അപ്പോൾ ഇത് ഓക്കെയാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ ഫസ്റ്റ് ട്രയൽ, അപ്പോൾ ക്ഷമിക്കുക, നമ്മൾ അതനുസരിച്ചിട്ടാണ് വ്ളോഗിങ് ചെയ്യണത്. എൻ്റെ ഓഡിയോ എങ്ങനെ വരുമെന്ന് അതും കൂടെ ഒന്ന് പറയാം, കാരണം എനിക്കിപ്പോൾ കേൾക്കാൻ പറ്റില്ല. എൻ്റെ ഫസ്റ്റ് ടെസ്റ്റ് റൈഡ് ആയതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ സംഭവം ഓഡിയോ എങ്ങനെയാണ്. അപ്പോൾ ബേസിക്കലി സത്യം പറഞ്ഞാൽ തന്നെ മൂന്നാമത്തെ ഔട്ട്ഡോർ എന്താണ് പറയുക റൈഡിങ് ആണ്. അല്ലെങ്കിൽ ഞാൻ ഗലിയുടെ ഉള്ളിലായിരുന്നു എപ്പോഴും ഓടിച്ചിരുന്നത്. കണ്ട വണ്ടികൾ വരുന്ന ഒരു ലെവലൊന്നുമില്ല, അത് നോക്കണ പോലില്ല അവൻ. അപ്പം നമ്മൾ നോക്കണം. സോ വി ഹാവ് ടു ബി കെയർഫുൾ. ഞാനിപ്പോൾ ഒന്നാമത്തെ പുതിയ വണ്ടി, പിന്നെ ഐ എം നോട്ട് പ്ലാനിങ് ടു ഡ്രൈവ് ഇൻ ഹയർ സ്പീഡ്സ്. നമ്മളൊരു ക്രൂസിങ് മോഡിൽ 40-50 അല്ലെങ്കിൽ അത്രേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ 50 വരെ ടച്ച് ചെയ്തിട്ടില്ല. 40-ലൊക്കെയാണ് ഞാനിപ്പോൾ ഓടിക്കുന്നത്. ഇവിടെ ഹോണിൻ്റെ കളി കേട്ടോ. നോയ്സ് പൊല്യൂഷനൊക്കെ വലിയ ഇവിടെ. നോയ്സ് പൊല്യൂഷനൊന്നും ആൾക്കാർക്ക് പ്രശ്നമില്ല. ഹോൺ അടിച്ചുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. മറ്റോൻ കേൾക്കണം. ഇവിടെ ഫ്രീ ലെഫ്റ്റ് ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ, ഒരു സൈനൊന്നും കാണുന്നില്ല. പക്ഷേ എനിവേസ് ഇവൻ പോകണില്ല, അപ്പം ഞാൻ പോകാണ്ടിരിക്കുന്നത്. മറ്റോടൊക്കെ പോകുന്നുണ്ട്. അവനവിടെ പോകണില്ല, അപ്പം നമുക്ക് പോവാം. ഫ്രീ ലെഫ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഫ്രീ ലെഫ്റ്റ് ഇല്ലെങ്കിൽ അവിടെ എഴുതിയിട്ടുണ്ടാവും നോ ഫ്രീ ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ദുബായിൽ നിന്ന് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ചെയ്ത് ഇവിടെ വന്നിട്ട് റൈറ്റ് ഹാൻഡ് ചെയ്യാൻ അങ്ങനെ ഒരു ദിവസം എടുത്തോളൂ എനിക്ക്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കൊന്ന് നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും ഫീഡ് ഉണ്ടാവുമല്ലോ, ഒന്ന് പോടാ. ഇതാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. നമ്മ കൺട്രോൾ ചെയ്യണം, പേഷ്യൻസ് വയ്ക്കുക. ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കും. ബസ്സിൻ്റെ പിന്നിൽ അത്രയും സേഫ് അല്ല, എന്നാലും ഓക്കെ, കുറച്ച് മറ്റേ വണ്ടികളിൽ നിന്നും കൂടുതൽ സേഫാണ്. അപ്പോൾ അവരുടെ സ്പീഡ് അനുസരിച്ച് പോവാം. എൻ്റെ മോൻ്റെ സ്കൂളിൽ നിന്ന് പൂട്ടിയിരിക്കുന്നു പറഞ്ഞാൽ ഓൺലൈനായിരുന്നു. കാരണം അവൻ്റെ സ്കൂൾ ഒരു ബേസാണ് ഇതിൻ്റെ എന്താണ് പറയുക, എലക്ഷൻ നടക്കല്ലേ, അപ്പം അതിൻ്റെ ഒരു ബേസാണ്. അപ്പോൾ അവിടെ അവരെ സെറ്റപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവനക്ക് സ്കൂളില്ല. ഇനി ഇവിടെ നമുക്ക് റൈറ്റ് പോകണം. ഇപ്പോൾ റോഡ് പഠിച്ചുകൊണ്ടിരിക്കുള്ളൂ. ഇപ്പോൾ ഗൂഗിളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല സൗകര്യമായി. കാരണം പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാരോട് ഇങ്ങനെ ചോദിച്ചിട്ടല്ലേ പോവാ വഴിയൊക്കെ. ഞാൻ റൈറ്റ് ടേണോ ലെഫ്റ്റ് ടേൺ ഓഫ് കോഴ്സ് നമ്മൾ ലെഫ്റ്റിലായിരിക്കും. പക്ഷെ റൈറ്റ് ടേണൊക്കെ എടുക്കുമ്പോഴുണ്ടല്ലോ എപ്പോഴും
ഞാൻ എന്താണ് പറയുക സെൻറ്ററിൽ വെക്കുള്ളൂ. കാരണം എക്സ്ട്രീം റൈറ്റിൽ വെച്ചിട്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നത് വെച്ചാൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് റെക്കോർഡിങ് എങ്ങനെയുണ്ട് ഗൈസ്? എനിക്ക് ആക്ച്വലി സ്വന്തം എൻ്റെ ഇത് കാണാൻ പറ്റും. കാരണം ചെസ്റ്റിൻ്റെ ഒപ്പം മൊബൈലിൻ്റെ ഇത് ആയതുകൊണ്ടേ എനിക്ക് കാണാൻ പറ്റണില്ല. റെക്കോർഡിങ് നടക്കില്ലേ? നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ വ്യൂ പോയിൻ്റ് ഒന്ന് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഞാൻ ഇപ്പോൾ 17-16 സമയമുണ്ട്. ഞാൻ എൻ്റെ മൈലേജ് നോക്കിയിട്ടില്ല. ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഇപ്പോൾ 105 കിട്ടിയിട്ടുള്ളൂ. ഇതൊന്ന് പുതിയ വണ്ടി ആയതുകൊണ്ടായിരിക്കും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് പെട്രോൾ അടയ്ക്കണം. ഇതിൽ 65 to 70 കിട്ടുമെന്നൊക്കെ പറയുന്നത്. 73 ആണ് ഇതിൻ്റെ ഹയസ്റ്റ് മൈലേജ് ടെസ്റ്റ് ഇവർ ചെയ്തത്, TVS ചെയ്തത്. ഞാൻ അവിടെ കറൂൾ ബാഗിൽ ചെന്നപ്പോൾ ഒരുത്തൻ സെയിം TVS റേഡിയോൺ, പഴയ ഒരു TVS റേഡിയോണായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ PPF കണ്ടില്ല നിങ്ങൾ കഴിഞ്ഞ വ്ളോഗിൽ. അപ്പോൾ അവൻ പറഞ്ഞു പറഞ്ഞാൽ അവനക്ക് 65-70 കിട്ടുന്നുണ്ടെന്നാണ്. എനിക്ക് പണ്ടത്തെ ഞാൻ എൻ്റെ യമഹ RX100 ആയിരുന്നു. എന്ന് വെച്ചാൽ കോളേജിലും ആ സമയത്ത് പോണ സമയത്ത് ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല. കണ്ട ഇവൻ പറഞ്ഞിട്ടുണ്ടോ? ഇവൻ താങ്ക്ഫുള്ളി ഇവൻ ഇൻഡിക്കേറ്റർ ഇട്ടുണ്ട്. അപ്പോൾ ആ യമഹ RX100 അത്രയും കൊല്ലം ഓടിച്ചുകൊണ്ട് ചെറിയൊരു ഓർമ്മ എനിക്കിപ്പോഴും ഡൽഹി റോഡ്സിൻ്റെ വരുന്നുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 5-6 കൊല്ലം ബൈക്ക് ഓടിച്ചാണ് ഇവിടെ. ആ മുമ്പിൽ നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. ഇതാണ് ബാരാപുല്ല റോഡ്, INA, ആശ്രം, എയിംസിൻ്റെ ഹോസ്പിറ്റലായതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ ഭയങ്കര ട്രാഫിക്കാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം ഈ ഭാഗത്ത്. ഇവിടെ എപ്പോഴും നമ്മൾ 2 കാലും അടിയിൽ വെച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ 1 കാലം അടിയിൽ വെച്ചിട്ട് ഓടിക്കണം. പറയാൻ പറ്റില്ല ഇവിടെ നിന്ന് എപ്പോഴാണ് ആരാ വരാമെന്ന്. എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ കാലുണ്ടല്ലോ ഫുള്ള് എത്തണില്ല ഇതിൽ. ഈ ബൈക്കിൻ്റെ ഹൈറ്റ് കുറച്ച് കൂടുതലാണ്. ഞാൻ ഹീറോൻ്റെ സ്പ്ലെൻഡർ ട്രൈ ചെയ്തു. ഹീറോൻ്റെ സ്പ്ലെൻഡറിൽ എൻ്റെ കാല് 2 സുഖമായിട്ട് എത്തുന്നുണ്ടായിരുന്നു. പക്ഷേ TVS റേഡിയോണിൽ ഇത് ഹൈറ്റ് കൂടുതലാണ് ഈ വണ്ടിക്ക് കുറച്ച്. അപ്പോൾ കാല് ഫുള്ളായിട്ട് എത്തണില്ല. പണിയാണ്, എന്നാലും കുഴപ്പമില്ല. പക്ഷെ നല്ല സ്റ്റേഡി വണ്ടിയാട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ കറൂൾ ബാഗിൽ 2 പ്രാവശ്യം പോയിട്ട് വന്നു ഞാൻ. അപ്പോൾ 2 പ്രാവശ്യം പോയി വന്നിട്ട് ഓടിച്ചപ്പോഴും എനിക്ക് നല്ല സ്റ്റേഡി വണ്ടിയായിട്ടാണ് തോന്നിയത്. ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള വണ്ടിയാണ്. ഇവിടെ ഫസ്റ്റ് ഗിയറിൽ നമുക്ക് ഓടിക്കാൻ പറ്റില്ല. ഒരു വഴി കിട്ടിയാൽ മതിയായിരുന്നു. അതേ കിട്ടി. വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഡൽഹീൻ്റെ ഈ പൊല്യൂഷൻ്റെ ഇതിൽ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടല്ലേ, കണ്ടില്ല മുമ്പിൽ പോണ ഈ ട്രക്കും ഇങ്ങനത്തെ ഒക്കെ, ഇവരൊക്കെ കുറേ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പണ്ടത്തെ മാതിരിയല്ലേ, ഇപ്പോൾ ഇവരെ കുറേ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ക്യാൻസൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇവരുടെ രജിസ്ട്രേഷൻ ഇതൊക്കെ. ഇത് പിന്നെയും പുതിയ വണ്ടിയാണ്, കാണുമ്പോൾ മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊന്നും ഇല്ല ഇവന്മാർക്ക്. ഇത് കണ്ടില്ലേ, ഇതാണ് ഡൽഹിയുടെ ജനങ്ങൾ. ലെഫ്റ്റ് സൈഡിൽ കണ്ട ഇതൊക്കെ എയിംസിൽ നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ ഉള്ളോ. അപ്പോൾ ഫ്രീ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അതിനുവേണ്ടി വരുന്ന പാവങ്ങളാണ് ഇവരൊക്കെ. അതും അവിടെ ചെന്നിട്ട് അവർക്ക് അന്ന് രാഹുൽ ഗാന്ധി ഒരു വീഡിയോ ചെയ്തിരുന്നു. അവർക്ക് ബെഡില്ല, ട്രീറ്റ്മെൻറ്റിന് ഇതില്ല, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ഡൽഹിയിൽ. അത് നമ്മളുടെ സാധാരണ എല്ലാ സർക്കാർ ഹോസ്പിറ്റൽസിലും ഉണ്ടാവണതാണ്. നമ്മുടെ നാട് ഒരു നല്ലൊരു ഇങ്ങനത്തെ ചിന്താഗതിയും നല്ല ചിന്താഗതിയും യങ് ലീഡേഴ്സ് നമുക്ക് വേണം, ഹു തിങ്സ് അബൌട്ട് അവർ കൺട്രി ആൻഡ് പീപ്പിൾ. അങ്ങനത്തെ ആൾക്കാർ വന്നാലേ നമ്മുടെ നാട് വന്നുള്ളൂ. ആൻഡ് ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ ഹാപ്പൻ വൺ ഡേ, വിച്ച് ഐ ഹാവ് ബിലീവ്. ഇതൊക്കെ നമ്മുടെ എക്കണോമിയുടെ വെയിൻസാണ്. നമുക്ക് ഈ ട്രാഫിക്കിനെ കണ്ടില്ലേ, ഇതൊക്കെ എക്കണോമിയുടെ വെയിനാണ്. നമ്മളാണ് ഈ എക്കണോമിനെ നടത്തുന്നത്. ഇവരൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത്? ജോലിക്കല്ലേ. സോ യെസ്, ഇത് കണ്ടില്ലേ ഈ പാവം റിക്ഷ ഓടിച്ചിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ചാങ്ങളൊക്കെ എത്ര പൈസ ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷെ എന്നാലും ജീവിച്ചു പോകണ്ട ഇവർ. ദേ ആർ ലിവിങ്, ദേ ആർ വർക്കിംഗ് ആൻഡ് ലിവിങ്. എനിക്കൊന്ന് കാല് വെച്ച് ഉണ്ടെന്നുണ്ട്, പക്ഷേ ഞാൻ പ്രൊഫഷണൽ അല്ല, അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്യണില്ല. അല്ലെങ്കിൽ കുറച്ച് ഹെൽപ്പ് ചെയ്തേനെ. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് പോകണം. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കുറച്ച് ട്രാഫിക് കുറയും. കുറച്ചല്ല, നല്ലോണം കുറയും. അപ്പുറത്ത് ഇതെല്ലാം റൈറ്റ് സൈഡ് അയ്യനിലേക്ക് പോകണ വണ്ടിയാണ്. ഓക്കെ ഗൈസ്, സോ വി ആർ ഫ്രീ ഫ്രം മോസ്റ്റ് ഓഫ് ദി ട്രാഫിക്.
സോ ലെറ്റ്സ് ഗോ. അയ്യോ റോങ് റോഡ് എടുത്തു തോന്നുന്നു, അപ്പുറത്ത് കൂടെ പോകണമായിരുന്നു. നോ പ്രോബ്ലം, എന്നാലും സെയിം തന്നെയാണ്. കണക്ട് ചെയ്യുന്നുണ്ട് 14 minutes. അപ്പോൾ ഞാൻ സാധാരണ ഇൻഡിക്കേറ്റർ ഇതൊക്കെ ഇടാറുണ്ട് കേട്ടോ ഇവിടെ. പക്ഷെ അതിനൊന്നും കാര്യമില്ല ഇവിടെ ഇട്ടിട്ട്. ഇൻഡിക്കേറ്റർ ഇട്ടാലും ശരി, എന്ത് പണ്ടാറിട്ടാലും ശരി, ഇവിടെ കാര്യമില്ല. ഞാൻ 40-50 എത്ര ആൾ എൻ്റെ ഹോൺ അടിച്ചാലും ശരി, നമ്മൾ 40-50 ഇതിലേ ഓടിക്കുള്ളൂ. അതിലും കൂടുതൽ നമ്മൾ ഓടിക്കില്ല. കൺട്രോൾ യുവർ സ്പീഡ് ആൻഡ് അവോയ്ഡ് ആക്സിഡൻറ്റ്സ്. പിന്നെ ഇത് വണ്ടി ഉണ്ടോ? ഇല്ല. ബാബ ബന്ദ സിംഗ് ബഹാദൂർ സേതു. സേതു എന്ന് പറഞ്ഞാൽ ഇത് എന്താ പറയുക, ഇതാണ് എന്താണ് ബ്രിഡ്ജ് എന്ന് പറയില്ലേ, ഒരു കണക്ഷനാണ് സേതു എന്ന് പറയുന്നത്. രാം സേതു എന്ന് പറയില്ലേ, അതന്നെ ശ്രീലങ്കയിലേക്ക് കണക്ട് ചെയ്തില്ലേ ബ്രിഡ്ജ്. അപ്പോൾ സേതു ഇത് സംസ്കൃതം എന്നൊന്ന്. ആഹാ ഗൈസ്, എന്തൊരു ഫീലിംഗ് ആണെന്ന് പറയുക. ബൈക്ക് ഇങ്ങനെ ഓടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫീലിംഗ് തന്നെയാണ്. നമുക്ക് ലെഫ്റ്റിലേക്ക് എടുക്കാം. ഞാൻ സെൻറ്ററിലാണ് ഇപ്പം. വന്ദേ മാതരം. ഏ മോനെ, നമ്മുടെ രാഷ്ട്രപതാക, ദേശീയ കൊടി. ജയ് ഹിന്ദ്. എന്താ എന്ത് രസമാണ് നമ്മുടെ കൊടി. ഇപ്പം ഈ കാറ്റ് കൊള്ളുന്നതിൻ്റെ എൻ്റെ ഓഡിയോ ക്ലിയർ ആണെന്ന് അറിഞ്ഞുകൂടാ. കാരണം എൻ്റെ കയ്യിൽ വിൻഡ് ഫിൽറ്റർ ഉണ്ടായിരുന്നു, അത് ഞാൻ ഇടാൻ മറന്നു പോയിന്ന് തോന്നുന്നു. കാരണം നമ്മൾ വണ്ടി ബൈക്ക് ഓടിക്കുമ്പോൾ ഈ കാറ്റ് നല്ലോണം കൊള്ളും മയക്കുമ്പോൾ. അപ്പോൾ സോറി ഗൈസ്, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ ക്ഷമിക്കുക. നെക്സ്റ്റ് വ്ളോഗിൽ നമ്മൾക്കത് ശരിയാക്കാം. ഓക്കെ, ഞാൻ ടീഷർട്ടിൻ്റെ അടിയിലായിട്ടാണ് മൈക്ക് ഇട്ടിരിക്കുന്നത്. അങ്ങനെ പ്രശ്നം വരില്ല എന്ന് തോന്നുന്നു. ലെറ്റ്സ് സീ. പോയിക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ക്രോസിംഗ് ഉണ്ട്, അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. വെറുതെ ആവശ്യമില്ലാണ്ട് ഹോൺ അടിക്കൽ നടത്തേണ്ടി കേട്ടാ. ആൾക്കാർ അവിടെ ഒന്നുമില്ല, എന്നാലും വെറുതെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു എനിക്കൊന്നൊരു ഹാബിറ്റായി മാറിയിരിക്കുന്നു ഇവിടുത്തെ ആൾക്കാർക്ക്. മനസ്സിലായില്ലേ? ഓ, എനിക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ചിൽ കോൾഡായി തുടങ്ങി. അത്രയും തണുപ്പില്ല കേട്ടോ, നമ്മുടെ തണുപ്പൊക്കെ കുറഞ്ഞു ഇപ്പോൾ ഡൽഹിയിൽ. അത്രയും തണുപ്പായിട്ട് തോന്നുന്നില്ല. ഞാൻ ഈ ഒരു ലെതർ ജാക്കറ്റ് മാത്രമേ എടുത്തുള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ ബാഗിൽ ഒരു സ്വെറ്ററും കൂടി വെച്ചിട്ടുണ്ട്. എങ്ങാനും നമ്മൾ ലേറ്റാണ്, കാരണം വൈകുന്നേരം ആകുമ്പോൾ നല്ല തണുപ്പുണ്ടാവാറുണ്ട്. അപ്പം അതുകൊണ്ട് ഇതേ വേറൊരു നമ്മളുടെ കൊടി. ഇതെനിക്കൊന്നും നമ്മുടെ നെഹ്റു സ്റ്റേഡിയം എന്താണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞ ഓർമ്മയില്ല, പക്ഷെ കണ്ട പരിചയമുണ്ട്. എനിക്കെന്താന്ന് പറയാം, ഭയങ്കര ഒരു ഫ്രീഡം കിട്ടിയ മാതിരി ഈ ബൈക്ക് ഓടിക്കുമ്പോഴേ. പിന്നെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് നമ്മൾ ഇങ്ങനെ നമ്മുടെ ഇഷ്ടം പോലെ നമ്മൾക്ക് എവിടെയെങ്കിലും പോവാം, ഒരു ടെൻഷനും ഇല്ല ബൈ, യുനോ. പിന്നെ എന്തൊക്കെ കാണാൻ കെടുക്കുന്നത് നമ്മുടെ നാട്ടിൽ. നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ത്യനായിട്ടോ പറയുന്നത്, കേരളം മാത്രമായിട്ടല്ല, ഇന്ത്യനാണ്. നമ്മുടെ ഇന്ത്യനെ ഇത്ര മഹാരാജ്യമല്ലേ, എന്തൊക്കെ കാണാൻ കിടക്കുന്നു ഇന്ത്യയിൽ. ഇതിപ്പോൾ ചെറിയ ട്രിപ്പ്. എനിക്ക് 500 കഴിഞ്ഞിട്ടൊന്ന് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒന്ന് ഓപ്പണായിട്ട് എനിക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 500ൻ്റെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞാൽ നമുക്കൊന്ന് ശരിക്കൊന്ന് കുറച്ചും കൂടി ദൂരമായിട്ടുള്ള വഴികൾക്കൊക്കെ പോകാം. ഇത് ഇവിടെ നിന്നുള്ള റൈറ്റ് അത് മോളിൽ നിന്നാണ്, മനസ്സിലാവുന്നില്ലല്ലോ. ഇത് മോളിൽ തന്നെ പോയി. എന്തായാലും നമ്മൾ ട്രിപ്പിനാണ് ഫോട്ടോ ബ്ലോഗ്, അപ്പോൾ ഇതിൽ തന്നെ പോകാം. ഗൂഗിൾ മാപ്സിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലെയിൻസ് കാണിക്കില്ല, മനസ്സിലായ? അപ്പം അതുകൊണ്ടൊരു ചെറിയ കൺഫ്യൂഷനാണ് ഇപ്പോൾ. പക്ഷെ ശരിക്കും നോക്കിയില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഇതന്നെ നമ്മൾ ഈ ബൈക്ക് ഓടിക്കുമ്പോഴുണ്ടല്ലോ, ലെഫ്റ്റ് റൈറ്റ് സ്ട്രെയിറ്റ് ഒരു ഫുൾ വ്യൂ ആണ് നമ്മൾ കിട്ടുന്നത്. കാർ ഓടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കാറിൽ എന്താണ് പറയുക, നമ്മളൊരു ഫ്രെയിമിൽ കൂടെ നോക്കണം അതിനുണ്ട് കാറിൽ നമുക്ക് ആ ഫീലിംഗ് വരാം. പക്ഷെ ബൈക്ക് ഓടിക്കുമ്പോൾ അങ്ങനെയല്ല. ബൈക്ക് ഓടിക്കുമ്പോൾ നമുക്ക് ഫുൾ വ്യൂ കിട്ടും. ദാറ്റ് ഈസ് വൺ വെരി ഗുഡ് തിങ് വിച്ച്. ആൻഡ് പിന്നെ ആ ഫീലിംഗ്, നമ്മളുടെ ആ എൻജിൻ്റെ ആ ഫീലിംഗ്, യുനോ വെൻ ഇറ്റ് ഹിറ്റ്സ് ഫ്രം യുവർ ബട്ട്. ആഹാ, ഇതിപ്പോൾ ചെറിയ വണ്ടി, പക്ഷേ ഇതിൻ്റെ എന്താണ് പറയുക, ആ ഒച്ച ഉണ്ടല്ലോ മോനെ. ഹീറോനിൽ നല്ല
ഒച്ച ഒരു ബുള്ളറ്റിൻ്റെ എന്താണ് പറയുക, ബുള്ളറ്റിൻ്റെ ചെറിയ മോഡൽ മാതിരിയത്. അപ്പം ഇതിന് അങ്ങനത്തെ ഒരു ഒച്ച ഉള്ളതുകൊണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു ഈ വണ്ടിക്ക്. തേർഡ് ഗിയറിലിടാം. ഓ, സൂര്യൻ ഇതും അടിക്കണം എൻ്റെ മൊബൈൽ കാണുന്നില്ല. ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മൊബൈലിൽ നമ്മൾ ഓടിക്കുമ്പോൾ, ബൈക്കിൽ ഓടിക്കുമ്പോൾ. എൻ്റെ റെക്കോർഡിങ് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാം. ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട്. ഐ ഡോണ്ട് നോ എനിത്തിങ് വാട്ട്സ് ഹാപ്പനിങ്, ബട്ട് ഹോപ്പ്ഫുള്ളി ദ റെക്കോർഡിങ് ഷുഡ് ബി ഹാപ്പനിങ്. എങ്ങോട്ടേക്ക് പോണ്ട. 9 മിനിറ്റും കൂടി ഉണ്ട്. ആ മോനെ ബുള്ളറ്റ് തന്നെ കേട്ടാ. ബുള്ളറ്റിനെ ഇതാക്കാൻ വേറെ ഒന്നുമില്ല. അതിനുള്ള പൈസ ഇല്ല ഇപ്പം നമുക്കൊക്കെ പൈസ കിട്ടിക്കഴിഞ്ഞിട്ട് ഇത് കണ്ട ഇതെന്താ വരവുണ്ട, നമ്മൾ സൂക്ഷിക്കാം. ഓക്കെ, ലോധി കോളനി എന്ന് പറഞ്ഞൊരു ഇത് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലോധീൻ്റെ അടുത്ത് എത്താറുണ്ട്. നമ്മൾ പോണത് ഇപ്പം എന്ന് പറഞ്ഞാൽ ലോധി ഗാർഡൻസിലേക്കാണ്. അവിടെ നല്ല 14th സെഞ്ച്വറി മുതലുള്ള ഹിസ്റ്ററി ഉണ്ട്. നമ്മൾ പണ്ടത്തെ വ്ളോഗിൽ നിർത്തിയ ഹിസ്റ്ററി അവിടെ നിന്ന് തന്നെയായിരുന്നു. 13th സെഞ്ച്വറി എന്നായിരുന്നു നമ്മൾ നിർത്തിയത്. ഓർമ്മയുണ്ടല്ലോ? ഞാൻ മാളവ്യ നഗറിൽ കണ്ടിട്ടില്ലാത്തവർ എൻ്റെ പഴയ വ്ളോഗിൽ ചെന്നാൽ കാണാം. എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിഞ്ഞില്ലല്ലോ. ഇവിടെയൊക്കെ ഞാൻ ഇവിടെ പെട്ടുപോയി. ഇതൊന്ന് നിർത്താം. ഇവിടെ കാണിക്കുന്നത് ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ ഇത് ബ്രിഡ്ജിൽ കൂടെ പോകണം. അല്ല, ബ്രിഡ്ജിൽ കൂടെ അല്ല, നമുക്ക് തിരിച്ചെടുക്കേണ്ടി വരും. ലെഫ്റ്റിൽ കൂടെ തന്നെ പോകണം. എടുക്കാം. ഓക്കെ, നമ്മൾ സൂക്ഷിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ദാറ്റ് യു ഡ്രൈവ് സേഫ്. പിന്നെ ഇൻഡിക്കേറ്ററും അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് ക്വൈറ്റ് സേഫ്. ഡൽഹിയിലൊരു ഇതുണ്ട്, ഞാൻ ഹിന്ദിയിൽ പറയാം. അभी പബ്ലിക് സുധർന ലഗ് ഗയി है. ഹിന്ദിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊന്ന് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം. കാരണം എഡ്യൂക്കേഷൻ വന്നു തുടങ്ങിയല്ലോ. കുറേ ആൾക്കാർക്ക് ഇപ്പോൾ ഡൽഹി ആയാലും ശരി, നോർത്ത് ഇന്ത്യ ആയാലും ശരി, കുറേ ആൾക്കാർ ഉണ്ട് ഇപ്പോഴും. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന്. പക്ഷെ എന്നാലും എഡ്യൂക്കേഷൻ ഇപ്പം ഈ സോഷ്യൽ മീഡിയ ഇതൊക്കെ ഉള്ളതുകൊണ്ട് വളർന്നു തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാർ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. യങ്സ്റ്റേഴ്സൊക്കെ ഇപ്പം എഡ്യൂക്കേറ്റഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇൻ അനദർ സ്പാൻ ഓഫ് 20 to 50 yearsോ എനിക്കൊന്ന് വി വിൽ ബി ആൻ എമേർജിങ് കൺട്രി ഇൻ ഡെവലപ്മെൻറ്റ്സും പിന്നെ ക്ലെൻലിനെസ്സും സിവിക് സെൻസും എല്ലാതും നമ്മൾക്ക് ഉണ്ടാവും. ഗൈസ്, ആം ഐ ടോക്കിംഗ് ടു മച്ച്? ഇഫ് ഐം ടോക്കിംഗ് ടു മച്ച് നിങ്ങൾ ഇത് പറയാട്ടോ. ഞാൻ പറഞ്ഞാൽ പിന്നെ വെറും ഒരു വ്ളോഗ് മ്യൂസിക്കിൻ്റെ ഒപ്പം ഇട്ടാണ്. പക്ഷെ പിന്നെ മ്യൂസിക്കിൻ്റെ ഒപ്പം ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ആ ഒരു സുഖം ഉണ്ടാവില്ല. കാരണം പിന്നെ നമ്മൾക്ക് ആ ബൈക്കിൻ്റെയും പിന്നെ റോഡിൻ്റെ ആ ഏംബിയൻസ് നമുക്ക് കിട്ടില്ല. മനസ്സിലായില്ലേ? ഇത് നോക്കിയ ഇലക്ട്രിക് സ്കൂട്ടർ. ആ റെഡ് ലൈറ്റ്. എപ്പോഴും റെക്കോർഡാവുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് കാണാം. അപ്പോൾ നിങ്ങൾ പറയാം, ഞാനിപ്പോൾ കൂടുതൽ സംസാരിക്കണം എന്ന് വെച്ചാൽ പ്ലീസ് ഇതൊക്കെ എന്താ ഒന്ന് പറയാം. അങ്ങനെ എന്ന് വെച്ചാൽ ഞാൻ സംസാരിക്കില്ല, വെറുതെ ഒരു വ്ളോഗ് ഇട്ടോളാൻ വണ്ടി ഓടിക്കണത്. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഇതിൽ സംസാരിക്കുമ്പോഴുണ്ടല്ലോ എനിക്ക് ഫീൽ ആവുന്നുണ്ട് നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഒപ്പം ഉണ്ടെന്ന്. അതൊരു ഭയങ്കര ഒരു ഫീലിംഗ് തന്നെ കേട്ടോ സത്യം പറഞ്ഞാൽ. ഇതൊക്കെ VIP റോഡാന്ന് തോന്നുന്നു. കാരണം അതുകൊണ്ടാണ് ഇവിടെ ഭയങ്കര റെഡ് ലൈറ്റ്സും ഇതൊക്കെ. 30 സെക്കൻഡ് ഉണ്ട്. ടയർഡ്നെസ് ഒന്നും തോന്നുന്നില്ല കേട്ടോ എനിക്ക്. എന്നുവെച്ചാൽ ഓടിക്കാൻ സുഖമില്ല. പക്ഷെ എനിക്ക് ആ ഓഡിയോൻ്റെ എനിക്കൊരു ചെറിയ പ്രശ്നമുള്ളൂ. കാരണം കാറ്റടിക്കുമ്പോൾ ഓഡിയോ
റെക്കോർഡ് ആവുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം. ഈ നമ്മുടെ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ട് മോദി കടണ്ട്. ഇവിടെ റെഡ് ലൈറ്റ് ആവുന്നതിന് തീരുന്നതിന് മുമ്പ് ആൾക്കാർ വിട്ടു തുടങ്ങും. ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ, സത്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഒരു കോമഡി തന്നെയാട്ടോ. ആൾക്കാരുടെ നമ്മളെങ്ങനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണല്ലേ എന്തൊക്കെ ആയാലും. ഇത് കണ്ടോ നിങ്ങളിപ്പോൾ, ഇത് നോക്കിയാൽ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി. ഈ റോഡൊക്കെ ഗ്രീനറി കണ്ടോ നിങ്ങൾ ഡൽഹിയുടെ അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഡൽഹിനെ പറ്റി കാണിക്കുന്നത് ചില നോർത്ത് ഇന്ത്യനെ പറ്റിയിട്ട് കാണിക്കാനുണ്ട് ചില ആൾക്കാർ. അതേപോലെ വേറെ പതാക എന്ന് വെച്ചാൽ വളരെ ഡേർട്ടീന് ക്ലീൻ അല്ല, അതൊക്കെ ഉണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. അതില്ലാത്ത അങ്ങനത്തെ എത്ര സ്ഥലങ്ങൾ ദുബായിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ സത്വ ആ ഏരിയയിലും, പിന്നെ ഇപ്പോൾ ലേബർ ക്യാമ്പിൽ തന്നെ ചെന്ന് കഴിഞ്ഞാൽ ദുബായിൽ തന്നെ അവിടെ ക്ലീൻ ആണോ? കാരണം എന്താ, അവർക്ക് അവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് എഡ്യൂക്കേറ്റഡ്. അപ്പോൾ അവരതനുസരിച്ചിട്ടാണ് അവരുടെ ക്ലീൻലിനെസ് വയ്ക്കുക, അവരുടെ നോളജ് അനുസരിച്ചിട്ടുള്ള സിവിക് സെൻസ് ഉള്ളതനുസരിച്ചിട്ട്. മനസ്സിലായില്ലേ? സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ പീപ്പിൾ. ഇഫ് യു ആർ എഡ്യൂക്കേറ്റഡ് ഉള്ള ആൾക്കാരും ഉണ്ട് അങ്ങനത്തെ കുറേ തെണ്ടികൾ ഹു ഡസൻറ്റ് ഈവൻ കീപ് സിവിക് സെൻസ്. അവർക്ക് തന്നെ അറിഞ്ഞൂടാ എന്ത് ചെയ്യേണ്ടത്. പക്ഷേ അത് നമ്മളുടെ 5 fingers are not same. Depends upon person to person. അത്രേ ഉള്ളൂ. പക്ഷെ ശരിയാവും, എല്ലാം ശരിയാവും. എന്താ മോനെ ഡ്രൈവ് നോക്കിയാൽ ഗ്രീനറി, അതിൻ്റെ ഇടയിൽ നമ്മൾ ബൈക്കിൽ നല്ല റോഡ്. ആഹാ ബ്യൂട്ടിഫുൾ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഐ വാണ്ടഡ് ടു ഷോ യു ഇൻ മൈ മോട്ടോ വ്ളോഗ്. ഡൽഹി കാണുന്ന മാതിരിയല്ല നമ്മുടെ ഇന്ദ്രപ്രസ്ഥം. യു ഷുഡ് ബി പ്രൗഡ് ദാറ്റ് നമ്മുടെ ക്യാപിറ്റൽ അല്ലേ ഡൽഹി. യെസ് ഐ നോ പൊല്യൂഷനും ഇതൊക്കെ ഉണ്ട്, പക്ഷേ ട്രൈ ചെയ്യുന്നുണ്ട്. ഐ മീൻ കുറേ ആൾക്കാർ ഞാൻ പറഞ്ഞില്ല ഉണ്ട്, കുറേ ആൾക്കാർ നമ്മുടെ പൊളിറ്റീഷ്യൻസിനുണ്ട്. ദേ ആർ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. എനിക്കൊന്ന് ഗഡ്കരി BJPയുടെ ആളാണ്, ഞാൻ ഇത് പറയുന്നില്ല, പക്ഷേ ഗഡ്കരി ഹാസ് ഡൺ എ ലോട്ട് ഓഫ് വർക്ക് ഇൻ റോഡ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ദിസ് 10 years. നിതിൻ ഗഡ്കരി അല്ലേ നമ്മുടെ റോഡിൻ്റെ മിനിസ്റ്റർ. അപ്പോൾ കുറേ പാലങ്ങൾ ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടത് ഭയങ്കര അടിപൊളി ഡെവലപ്മെൻറ്റ്സ് ആൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇവിടെ ഇൻറ്റേർണലിയും അതെ, കുറേ ഡൽഹിയിലല്ല ബട്ട് ഇന്ത്യൻ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഡൽഹിയിലുണ്ട് കുറച്ച് സ്ഥലത്തൊക്കെ അടിപൊളി ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, റോഡ് ഡെവലപ്മെൻറ്റ്സ്. ഐ എം നോട്ട് ഷുവർ ഇഫ് ഇറ്റ് ഈസ് ഹിം ഓർ സംബഡി എൽസ്, ബട്ട് ആസ് ഫാർ എസ് ഐ നോ ആളാണ് മിനിസ്റ്റർ. ആളുടെ ഇതില്ലാണ്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല, അപ്രൂവൽ ഇല്ലാണ്ടേ. എൻ്റെ 4th ഗിയറിൽ ഇപ്പോൾ ഇടുമ്പോൾ അതാ ഭയങ്കരമായിട്ട് ടക്കെന്നൊക്കെ വെച്ചായിരുന്നു. എന്താണെന്ന് അറിഞ്ഞില്ല, കാണിച്ചു കൊടുക്കണം. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി, 4 മിനിറ്റും കൂടി. എനിക്ക് ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. പണ്ട് നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ അത് ഇവിടേക്കൊക്കെയാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് പിക്നിക്കിനൊക്കെ കൊണ്ടുവരാറ്. ലോധി ഗാർഡൻ ഇങ്ങനെ നമ്മളൊക്കെ എത്ര ഹാപ്പി ആവുമെന്നറിയാം. നമ്മുടെ കുട്ടികളുടെ അറിയാൻ നമ്മൾക്കൊരു ഫ്രീഡം കിട്ടിയില്ലേ. നമ്മളൊക്കെ ഫുട്ബോൾ കൊണ്ടുവരും, ബാഡ്മിൻ്റൻ്റെ ഇത് കൊണ്ടുവരും, ഭയങ്കര കളിയായിരിക്കും ചെറുപ്പത്തിൽ. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. സ്കൂൾ ഡേയ്സ് വേ ഫൺ മാൻ. എനിക്ക് U-turn എടുക്കണമല്ലോ, ഇവന്മാർ പോകാൻ സമ്മതിക്കണം. അപ്പോൾ വെയിറ്റ് ഫോർ യുവർ ടേൺ, ദെൻ യു ടേക്ക് എ ടേൺ. അല്ലാണ്ട് അപ്പോൾ ഗൈസ്, ഹൗ ഇസ് മൈ ഡ്രൈവിംഗ്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാനൊരു എക്സ്പീരിയൻസ് ഡ്രൈവർ ആണെന്ന് തോന്നില്ലേ? ഞാൻ വിചാരിച്ച ആദ്യത്തെ ദിവസം ഉണ്ടല്ലോ ശരിക്കൊന്ന് ഞാൻ പേടിച്ചു പോയി ഡ്രൈവ് ചെയ്യുമ്പോൾ. കാരണം എന്ന് പറഞ്ഞാൽ 30 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഞാൻ ഇന്ത്യൻ റോഡ്സിൽ, അതും ബൈക്ക്. ഇതേപോലെ മുമ്പിൽ നോക്കിയാൽ പണ്ടത്തെ ഒരു കൊട്ടാരം. ഇതൊക്കെ ഈ ഡൽഹി ഈസ് റിച്ച് ഇൻ ഹിസ്റ്ററി. ഒരു ഭയങ്കര സംഭവം തന്നെ ഡൽഹിയുടെ. പണ്ടത്തെ പക്തൂൺ അങ്ങനത്തെ ആൾക്കാരും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര അഫ്ഗാനിസ്ഥാനിൽ തന്നെ ഇഷ്ടം പോലെ മുഗൾ ഇതൊക്കെ വന്നവർ ഉണ്ടാക്കി കോടിക്കണക്കിന് സാധനങ്ങളുണ്ട് ഇവിടെ നമുക്ക് കാണാൻ. ചെറിയതായിട്ടും കുറേ എണ്ണം അവരിപ്പോൾ ലുക്ക് ഔട്ട് ചെയ്യണില്ല, കുറേ എണ്ണം പൊളിച്ച് കളഞ്ഞു, കുറേ വിവരമില്ലാത്ത തെണ്ടികൾ. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ എന്ന് വെച്ചാൽ ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെ ഇട്ടത്. ഐ റിയലി ലവ് ഓൾ ദിസ് സ്റ്റഫ്. കണ്ട ആ ലുക്ക് ഉണ്ടോ? കണ്ടോ നിങ്ങൾക്ക്? അറിഞ്ഞൂടാ എൻ്റെ മുമ്പിൽ ഈ ക്യാമറ അത്രയും നല്ലതല്ലാന്ന്. ഈ
സോണി മൊബൈൽ ഇവർ Xperia 1 Mark 3 ഞാൻ അതിനു വേണ്ടി മാത്രം ക്യാമറ നല്ലതെന്ന് വേണ്ടി മാത്രം ഞാൻ മേടിച്ചായിരുന്നു. പക്ഷെ സംഭവം പെട്ടുപോയി. അതിനും ബെസ്റ്റ് ഷോമി 14 Ultra. ഓക്കെ, നമുക്ക് ഇവിടുന്ന് യൂ ടേൺ എടുക്കണം. ഇവിടെ എൻട്രി എനിക്കൊന്ന് ഫ്രീ ആണെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ, പക്ഷേ നോക്കാം. പണ്ടൊക്കെ ഫ്രീ ആയിരുന്നു. ഇവിടുന്ന് ലെഫ്റ്റ്, ഇവിടുന്നല്ല. എൻ്റെ ഗിയർ ഭയങ്കര ടൈറ്റാട്ടോ, സ്മൂത്ത് ഷിഫ്റ്റ് വരുന്നില്ല. ഇവിടെ നിന്ന് ഓ യെസ്, ഇവിടെ നിന്ന് കാണിക്കുന്നത് ഇതേത് റോഡാ പോയി. ഗൂഗിളിനെ വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ലോധി റോഡിലേക്ക് അല്ല ലോധി ഗാർഡനിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് കൊണ്ടുപോകും. പറയാൻ പറ്റില്ലേ. ഇതൊക്കെ പണ്ടത്തെ വീടുകളെതിരെ പോലീസ്, ഇതൊക്കെ എംബസി ഏരിയ എന്ന് തോന്നുന്നു. BC എനിക്ക് പണ്ടത്തെ ഓർമ്മ വരുന്നു, ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഇവിടെ വന്നപ്പോൾ. പണ്ട് നമ്മൾ കർസൺ റോഡിൽ താമസിച്ചിരുന്നപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഇത് തന്നെയാണ് ലോധി റോഡ്. ലോധി റോഡല്ല, എന്താണ് ലോധി ഗാർഡൻ. പക്ഷെ എൻട്രി അവിടെ നിന്നാണോ എനിക്കറിയില്ല. ബൈക്കൊക്കെ കാണുന്നുണ്ട്. അയ്യോ, റോങ് എൻട്രിയിൽ പോകണം നമ്മൾ. ഇവിടുന്ന് എൻട്രി ഇല്ല ബായി. ഗൂഗിൾ യു ഡിച്ച് മീ. ഇവിടെ വണ്ടി വെച്ച് പോകാൻ പറ്റില്ല, കാരണം എൻട്രി ക്ലോസ്. ഇവിടെ ഉണ്ട് എൻട്രി, പക്ഷെ അത് ക്ലോസ്ഡാ. ഇവിടെ നോക്കാം, റൈറ്റ് സൈഡിൽ ചിലപ്പോൾ ഉണ്ടാവും. ഇതാണ് എൻട്രി, ഇവിടുന്നുണ്ട് എൻട്രി. പക്ഷെ ബൈക്കൊക്കെ പാർക്ക് എങ്ങനെ ചെയ്യാം നമ്മൾ, അത് നോക്കണ്ട നമുക്ക്. നല്ല അടിപൊളി ഏരിയ അല്ലേ, നല്ല ഗ്രീനറിയും ക്ലീനും. ഇവിടെയൊക്കെ വലിയ വലിയ പൈസ ഉള്ള ആൾക്കാർ താമസിക്കുന്നുണ്ടോ ഈ ഭാഗത്തൊക്കെ. ഡോക്ടർ APJ അബ്ദുൽ കലാം ലൈൻ. ഇതിൻ്റെ ഉള്ളെങ്ങനെ പോവായി? എൻട്രി കാണില്ലല്ലോ, ബൈക്ക് വയ്ക്കാനുള്ള സ്ഥലം കാണില്ല. ഛേ, ഗൂഗിളിൽ തല്ലുന്നു ഞാൻ. ഗൂഗിൾ ഇവിടെ മാപ്പ് ഉണ്ടാക്കാതെ നമ്മളെ ഇന്ത്യയിൽ മാപ്പ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അവരെന്നെ കൺഫ്യൂസ്ഡാ. എത്ര ഗലികളുണ്ടെന്ന് അറിയോ. അവരെന്നെ വിചാരിക്കണ്ടോ ഇതൊക്കെ എവിടുന്ന് വരണ്ടേ. ഇപ്പൊ റൗണ്ട് അബൌട്ട് എത്തില്ല. അതെ, അവിടെയാണ് ലോധി ഗാർഡൻ്റെ ഗേറ്റ്. യെസ്, നമുക്ക് റൈറ്റ് പോകണം. യൂ ടേൺ എടുത്തിട്ട് വരാം അവിടുന്ന്. അയ്യോ, ഞാൻ റോങ് റോഡിലേക്ക് വന്നു. പാർക്കിംഗ് സ്ഥലം കാണില്ല. ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. യെസ്, സംഭവം കിട്ടി. ഇവിടെ തന്നെ. മാക്സ് മ്യൂല്ലർ മാർക്ക്. മുമ്പിൽ നിന്ന് നമുക്കൊരു യൂ ടേൺ എടുക്കാം. ആ കാണാണെന്ന് ഒന്ന് ലോധി കാണും.
ഓട്ടോ നിൽക്കുന്നുണ്ടോ? ഇതാണ് ഇവന്മാരുടെ പ്രശ്നം. റെഡ് ലൈറ്റ് ഇവിടെ, സീബ്ര ക്രോസിങ് ഇവിടെ, അവൻ സീബ്ര ക്രോസിന് മുമ്പിൽ. ഓ, ഞാൻ ഹോട്ട്സ്പോട്ടിൽ കണക്റ്റഡ് അല്ല, അതുകൊണ്ടാണ്. അല്ല, കണക്റ്റഡിൻ്റെ ആവശ്യമില്ല. ഇവിടെ നിന്ന് തിരിച്ചു വന്ന് ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ എപ്പോഴും കാണിക്കുന്നത് 4 മിനിറ്റ് ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാവുള്ളത്. എവിടേക്കും എന്തായാലും ഇത് ട്രൈ ചെയ്ത് ഇപ്പോൾ തിരിച്ചു വരാനാണ് പറയുന്നത്. യൂ ടേൺ എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് ഒരു ദിവസം ട്രൈ ചെയ്യാം. തുണികളൊക്കെ കൊണ്ടൊക്കെ കഴുകാനെന്ന് തോന്നുന്നു. ഇവിടെ ധോബി ഇഷ്ടംപോലെ. നമ്മൾക്ക് ആ സ്ഥലത്ത് പോകണം. ഇവിടെ ഒരു ധോബി ഘാട്ടുണ്ട് ഡൽഹിയിൽ, പണ്ടത്തെ ഒരു ധോബി ഘാട്ട്. അപ്പോൾ അവിടേക്കൊന്ന് പോകണം നമ്മൾ. അവിടെ നിന്ന് ഇനി റൈറ്റ് പോകണം എന്നാണ് പറയുന്നത്. അവിടെ തന്നെ പോയത്. ഇവിടുന്ന് റൈറ്റ് ഉണ്ടായി. അയ്യോ, കിട്ടല്ലോ. റൈറ്റ് ഇല്ലല്ലോ. മുമ്പിൽ തന്നെ ചെന്ന് യൂ ടേൺ എടുക്കുന്നുണ്ട്. ഛേ, ആർമിയുടെ ട്രക്ക് ആവും. റൈറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, വി ആർ ഓൺ ദി വേ. ഓ, ഭയങ്കര കൺഫ്യൂസിങ് മാപ്പാട്ടോ ഇത് കാണിക്കുന്നത് നമ്മുടെ ഗൂഗിള്. DTEA സ്കൂൾ ഇവിടെയാണ്. എവിടെ എത്തി നമ്മളിപ്പോൾ? ഇന്ത്യ ഇന്റർനാഷണൽ സെൻറ്റർ. അയ്യോ,
ഗൂഗിൾ മാപ്പ് എന്നെ പറ്റിക്കണു ഭായി. ഇത് തെറ്റാണ്, ഇതും തെറ്റാണ്. ലോധി ഗാർഡൻ നമുക്കൊന്ന് വണ്ടി ഇവിടെ നിർത്താം. കാരണം ഇവര് ലൊക്കേഷൻ കാണിച്ചത് തെറ്റാ. അതെ, മേ ബി ഐ സെർച്ച് റോങ് ലൊക്കേഷൻ. ഓ, ഗിയർ ചേഞ്ച് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇതിൽ. ലോധി ഗാർഡൻ, ബാക്ക് എൻട്രി, ബാക്ക് പാർക്കിംഗ് ഇവിടെ കാണിക്കുന്നുണ്ട്. ലോധി ഗാർഡൻ പിക്നിക് ഏരിയ, ബാക്ക് പാർക്കിംഗ്, ഡയറക്ഷൻസ്, സ്റ്റാർട്ട് 6 minutes. എൻ്റെ അമ്മ, എന്തായാലും വന്നാലും നമുക്ക് പോയി നോക്കാം. എനിക്ക് വിശന്നിട്ടും വയ്യ. അയ്യോ, ഉച്ചക്കൊന്നും കഴിച്ചില്ല. ഉച്ചയായി ഓൾറെഡി. സമയം ഇപ്പം എത്രയായി? 1:30. അയ്യോ, ഇയാള് കണ്ട, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്താണ് ഇവിടെ നടക്കുക. ഞാൻ വിചാരിച്ച ആള് കമാൻഡോ. ഇവിടെയൊക്കെ നമ്മുടെ ആർമി ഏരിയ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ആർമിയുടെ ആൾക്കാരുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റാ കാണിക്കല്. ലെഫ്റ്റ് സി. ബ്യൂട്ടിഫുൾ. മരത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ. വാവ്. എനിക്ക് മഴയത്തൊന്ന് വണ്ടി ഓടിക്കുന്നുണ്ട്. ഐ നോ ഇറ്റ്സ് നോട്ട് സേഫ്, ബട്ട് ഒരു സുഖം തന്നെയാണ്. ലോങ് ഡ്രൈവ്. അവിടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടോ? എനിക്കൊന്നും ഇവിടെ തന്നെ ഇരിക്കുള്ളൂ. Okay guys, from here we have to take a right. ഓ പെങ്ങളെ, പേടിക്കല്ലേ? ഓടിച്ചോ ഓടിച്ചോ. കുറച്ച് തിരക്കുണ്ടല്ലോ. ഇന്ത്യ ഇന്റർനാഷണൽ സെന്റർ. എന്താണ്
ഇവിടെയാണ് നമ്മൾ വന്നത് നേരത്തെ. എന്ത് ചെയ്യാൻ? ബോർഡ് കാണിക്കും ലോധിക്കാട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെയാണ്. പക്ഷെ എൻട്രൻസ് ഇവിടെ ഒന്നും പാർക്കിംഗ് ഇല്ല. ഗിയർ അപ്പോൾ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ നിർത്തുന്നു. ഓൾറെഡി 51 മിനിറ്റ്സായി ഈ വ്ളോഗ് ചെയ്ത് കഴിഞ്ഞിട്ട്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതായിരുന്നു. കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു വീഡിയോസിൽ, കുറേ ഷേക്കിംഗ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. ആക്ച്വലി ഞാൻ അതിൻ്റെ ക്യാമറയുടെ സ്റ്റെബിലൈസേഷൻ ഓൺ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ക്ഷമിക്കുക. നെക്സ്റ്റ് വ്ളോഗിൽ ഡെഫിനറ്റ്ലി, നെക്സ്റ്റ് വ്ളോഗല്ല, ഇതിൻ്റെ ഇനി ബാക്കി പാർട്ടും കൂടി ഉണ്ട്. ഞാൻ ലോധികാടിൻ്റെ ഫുള്ള് ഒരു വ്ളോഗ് ഇത് എടുത്തിട്ടുണ്ട്, ഓൾറെഡി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ നാളത്തെ വ്ളോഗിൽ കാണിച്ചു തരാം. പിന്നെ തിരിച്ച് വീട്ടിൽ പോണതും സെയിം മോട്ടോ വ്ളോഗിൽ തന്നെ. അപ്പോൾ ബാക്കി ഉള്ളതെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള വ്ളോഗ്സ് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ചും കൂടി ഒന്ന് നല്ലൊരു ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്യാൻ നോക്കാം, ഷൂട്ട് ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ സ്റ്റെബിലൈസേഷനൊക്കെ ഒന്ന് ഓൺ ചെയ്തിട്ട് 2-3 പ്രാവശ്യം ട്രൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം. പക്ഷേ ഇതുവരെ നിങ്ങൾ കണ്ട വ്ളോഗ് നിങ്ങൾക്ക് എന്തായിട്ട് തോന്നുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ പുതിയതെന്ന് വെച്ചാൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും ആക്ച്വലി ഐ ആം ട്രൈങ് മൈ ലെവൽ ബെസ്റ്റ് ടു ബ്രിങ് യു ഓൾ ദിസ് കണ്ടൻറ്റ്. നിങ്ങൾക്ക് ഇഫ് യു ലൈക്ക് മൈ കണ്ടൻറ്റ് ഒരു സൂപ്പർ താങ്ക്സ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഉണ്ട്. സോ യു ക്യാൻ ഡൊണേറ്റ് മീ എ ലിറ്റിൽ ബിറ്റ് ഓഫ് എമൗണ്ട് ഓഫ് മണി ഇഫ് യു വാണ്ട് ടു. നിർബന്ധമൊന്നുമില്ല, എന്നാലും ഇറ്റ് സപ്പോർട്ട്സ് മീ ടു മേക്ക് വ്ളോഗ്സ് ലൈക്ക് ദിസ്. അപ്പോൾ ഗൈസ്, താങ്ക് യു സോ മച്ച്. കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ബൈ. അപ്പോൾ ഗൈസ്, ഇതാണ് ബാക്ക് എൻട്രി ലോധികാടിൻ്റെ. നമുക്ക് ഉള്ളൊന്ന് പോയി നോക്കാം. ഞാനിപ്പോൾ എൻ്റെ വീഡിയോ നോക്കി മോട്ടോ വ്ളോഗ് ചെയ്ത് അവിടെ നിന്ന് ഇവിടെ വരെ വന്നത്. അതിൽ ചെറുതായിട്ടൊന്ന് ലെഫ്റ്റായിട്ട് ടിൽറ്റ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഇങ്ങനെ ഉണ്ടായിരുന്നത്. അത് ശരിയാക്കണമെങ്കിൽ അത് ആ ഒരു പ്രോപ്പർ ഒരു വ്യൂ ആക്കി കഴിഞ്ഞാൽ നമ്മൾക്കത് ശരിയാവുള്ളൂ. പക്ഷേ ക്ഷമിക്കാട്ടോ, ഇതുകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഫസ്റ്റ് മോട്ടോ വ്ളോഗ് ആയതുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഫൈനലി നമ്മൾ ലോധികാടൻ കണ്ടുപിടിച്ചു. ബാക്ക് എൻട്രി കിട്ടിയ ഫ്രണ്ട് എൻട്രിയിൽ അവിടെ ബൈക്കിൻ്റെ പാർക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടേക്ക് വന്നു നമ്മൾ. നല്ല പീസ്ഫുൾ സ്ഥലം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ ഉള്ളതെന്ന് നോക്കാം, കണ്ടുപിടിക്കാം. കുറേ പഴയ മോണുമെൻറ്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ, അതൊന്നും നമുക്ക് കണ്ടുപിടിക്കാം എന്താണ്.